ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഇപ്പോൾ ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു വലിയ വാർത്തയാണ് പുറത്തു വരുന്നത്. ഇസ്രായേലിന്റെ അത്യാധുനിക വ്യോമ പ്രതിരോധ സംവിധാനമായ അയൺ ഡോം മിസൈലുകൾ ഇനി ഇന്ത്യയിൽ നിർമ്മിക്കാൻ പോകുന്നു. ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച സുരക്ഷാ സംവിധാനങ്ങളിൽ ഒന്നായ അയൺ ഡോം നമ്മുടെ രാജ്യത്ത് നിർമ്മിക്കാൻ ഇസ്രായേലിന്റെ റഫാൽ അഡ്വാൻസ്ഡ് ഡിഫൻസ് സിസ്റ്റം മുന്നോട്ട് വരുന്നു എന്നത് വലിയൊരു നേട്ടമാണ്. എന്താണ് ഈ പദ്ധതി? ഇത് ഇന്ത്യക്ക് എങ്ങനെയൊക്കെയാണ് ഗുണം ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് ഇസ്രായേൽ ഇന്ത്യയെ തന്നെ ഇതിനായി തിരഞ്ഞെടുത്തത്? ഈ വിഷയത്തെക്കുറിച്ച് കൃത്യമായി നമുക്ക് പരിശോധിക്കാം. എന്താണ് ഈ പദ്ധതി എന്ന് നോക്കാം. ഇസ്രായേലിലെ മുൻനിര പ്രതിരോധ കമ്പനിയായ റഫാൽ തങ്ങളുടെ അയൺ ഡോം സംവിധാനത്തിന്റെ പ്രധാന ഭാഗമായ തമീർ ഇന്റർസെപ്റ്റർ മിസൈലുകൾ ഇന്ത്യയിൽ നിർമ്മിക്കാൻ പദ്ധതിയിടുന്നു. ഇതിനായി ഇന്ത്യയിൽ ഒരു പ്രത്യേക ഉൽപാദന ലൈൻ സ്ഥാപിക്കാനാണ് അവർ ലക്ഷ്യമിടുന്നത്. ഈ കരാർ അന്തിമമാകുന്നതോടെ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള പ്രതിരോധ സഹകരണം മറ്റൊരു തലത്തിലേക്ക് ഉയരും. നേരത്തെ അമേരിക്കയുമായി ചേർന്ന് റെദിയോൺ എന്ന കമ്പനി വഴി ഇത്തരത്തിൽ മിസൈൽ നിർമ്മാണം തുടങ്ങിയതുപോലെയാണ് ഇപ്പോൾ ഇന്ത്യയിലേക്കും ഈ സാങ്കേതിക വിദ്യ എത്തുന്നത്. എന്തുകൊണ്ട് ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ പദ്ധതിയാണ് ഇതിന്റെ പ്രധാന ആകർഷണം. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ പ്രതിരോധ മേഖലയിൽ ഇന്ത്യ വലിയ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ആഗോളതലത്തിൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്ത് നിന്ന് സ്വന്തമായി ആയുധങ്ങൾ നിർമ്മിച്ച് കയറ്റുമതി ചെയ്യുന്ന രാജ്യമായി ഇന്ത്യ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിലെ സുതാര്യമായ നയങ്ങളും വളർന്നു വരുന്ന അടിസ്ഥാന സൗകര്യങ്ങളും ഉയർന്ന സാങ്കേതിക വിദ്യ കൈകാര്യം ചെയ്യാനുള്ള നമ്മുടെ മിടുക്കുമാണ് ഇസ്രായേലിനെ ഇന്ത്യയിലേക്ക് ആകർഷിക്കുന്നത്. ഇതുകൊണ്ട് ഇന്ത്യക്ക് ലഭിക്കുന്ന നേട്ടങ്ങൾ എന്തെല്ലാം നോക്കാം. ഒന്നാമതായി, ഇത് ഇന്ത്യയുടെ പ്രതിരോധ ശേഷിയിൽ വലിയൊരു കുതിച്ചുചാട്ടം ഉണ്ടാക്കും. അത്യാധുനികമായ ഒരു സുരക്ഷാ സംവിധാനം സ്വന്തം മണ്ണിൽ നിർമ്മിക്കാൻ കഴിയുക എന്നത് വലിയൊരു കാര്യമാണ്. രണ്ടാമതായി, സാങ്കേതിക വിദ്യ കൈമാറ്റം വഴി ഇന്ത്യയിലെ എഞ്ചിനീയർമാർക്കും തൊഴിലാളികൾക്കും വലിയ അറിവ് ലഭിക്കും. ഇത് ഭാവിയിൽ തദ്ദേശീയമായി ഇത്തരം ആയുധങ്ങൾ നിർമ്മിക്കാൻ ഇന്ത്യയെ പ്രാപ്തമാക്കും. കൂടാതെ ഈ ഉൽപാദന കേന്ദ്രം വരുന്നതോടെ ആയിരക്കണക്കിന് തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെടും. ആഗോളതലത്തിൽ ഇന്ത്യയുടെ സ്ഥാനം, ആഗോള പ്രതിരോധ വിപണിയിൽ ഇന്ത്യയുടെ സ്ഥാനം ഇപ്പോൾ വളരെ ശക്തമാണ്. മറ്റ് രാജ്യങ്ങൾക്ക് ആവശ്യമായ ഇന്റർസെപ്റ്ററുകൾ ഇന്ത്യയിൽ നിർമ്മിച്ച് വിതരണം ചെയ്യാനും ഇതിലൂടെ സാധിക്കും. ഇത് ഇന്ത്യയെ ഒരു ആഗോള പ്രതിരോധ ഹബ്ബായി മാറ്റാനുള്ള നമ്മുടെ ശ്രമങ്ങൾക്ക് വലിയ കരുത്ത് പകരും. മേഖലയിലെ സുരക്ഷാ വെല്ലുവിളികൾ നേരിടുന്ന ഇന്ത്യയെപ്പോലൊരു രാജ്യത്തിന് സ്വന്തമായി ഇത്തരം കരുത്തുള്ള സംവിധാനങ്ങൾ നിർമ്മിക്കാൻ കഴിയുന്നത് ലോകത്തിനു മുന്നിൽ വലിയൊരു സന്ദേശം കൂടിയാണ് നൽകുന്നത്. ഇന്ത്യയുടെ സുരക്ഷയ്ക്കും സാമ്പത്തിക വളർച്ചയ്ക്കും ഒരുപോലെ ഗുണകരമാകുന്ന ഈ വലിയ ഒരു ചുവടുവെപ്പ് തന്നെയാണിത്. അതുപോലെ തന്നെ ഈ ഒരു കരാർ അന്തിമമായി കഴിഞ്ഞാൽ അയൺ ഡോം ഇന്റർസെപ്റ്റർ മിസൈലായ തമീറിന്റെ ഉൽപാദനം ഇന്ത്യയിൽ തന്നെ ആരംഭിക്കും. ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ സംരംഭത്തിലെ ഒരു നാഴികക്കല്ലായി ഇത് കണക്കാക്കപ്പെടുകയാണ്. ഇന്ത്യയിൽ അയൺ ഡോം പ്രൊഡക്ഷൻ ലൈൻ എന്തിനാണ്? റഫേലിന്റെ ഈ ഇന്ത്യൻ ഉൽപാദന നിര മറ്റു രാജ്യങ്ങൾക്ക് ഇന്റർസെപ്റ്ററുകൾ വിൽക്കാനും ഉൽപാദന ചിലവ് കുറയ്ക്കാനും ആവശ്യമെങ്കിൽ അധിക പിന്തുണ നൽകാനും സഹായിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി സ്രോതസ്സുകളെ ഉദ്ധരിച്ച് NDTV റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ കരാർ അന്തിമമായാൽ ഇന്ത്യയുടെ മേക്ക് ഇൻ ഇന്ത്യ എന്ന ദർശനത്തെ കൂടുതൽ ത്വരിതപ്പെടുത്താനും മേഖലയിലെ വിശ്വസനീയമായ പ്രതിരോധ പങ്കാളി എന്ന നിലയിൽ ഇന്ത്യയുടെ സ്ഥാനം ഉറപ്പിക്കാനും സാധിക്കും. ഇനി എന്താണ് റഫാലിന്റെ പദ്ധതി? ആഗോള സംഘർഷങ്ങൾക്കും ഭൗമരാഷ്ട്രീയ വെല്ലുവിളികൾക്കും ഇടയിൽ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾക്കായുള്ള ആവശ്യം ലോകമെമ്പാടും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ത്യയിൽ ഒരു വിതരണ ശൃംഖല സ്ഥാപിക്കുന്നതിലൂടെ ഇസ്രായേലിലെ ഈ വാങ്ങലുകൾക്കെതിരായ നിരവധി രാജ്യങ്ങളിൽ നിന്നുള്ള എതിർപ്പിനെ റഫേലിനെ മറികടക്കാൻ കഴിയും. വടക്കൻ ഇസ്രായേലിലെ ഒരു പ്ലാന്റിൽ നിലവിൽ റഫേൽ അയൺ ഡോം ഇന്റർസെപ്റ്ററുകൾ നിർമ്മിക്കുന്നുണ്ട്. കഴിഞ്ഞ വർഷം റെദിയോണുമായി സഹകരിച്ച് കമ്പനി അമേരിക്കയിൽ മിസൈൽ ഉൽപാദനവും ആരംഭിച്ചിട്ടുണ്ട്. US മറൈൻസിന്റെ പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിനായി അമേരിക്കൻ പ്ലാന്റ് ഇന്റർസെപ്റ്ററുകൾ വിതരണം ചെയ്യുന്നുമുണ്ട്. ആവശ്യമെങ്കിൽ ഇസ്രായേൽ ഉൽപാദനം വിപുലീകരിക്കാനും കഴിയുമെന്നതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. ഇനി ഈ കരാർ കേവലം ഒരു വാണിജ്യ ഇടപാടല്ല, മറിച്ച് ഇന്ത്യയുടെ പ്രതിരോധ സുരക്ഷയിൽ വരുത്തുന്ന വലിയൊരു മാറ്റമാണ്. ആഗോളതലത്തിൽ പല പ്രതിരോധ സംവിധാനങ്ങൾക്കും വലിയ ഡിമാൻഡുള്ള സമയമാണിത്. ഇന്ത്യയിൽ ഈ മിസൈലുകൾ നിർമ്മിക്കുന്നത് വഴി ഭാവിയിൽ രാജ്യത്തിന് ഏതെങ്കിലും അടിയന്തര സാഹചര്യം ഉണ്ടായാൽ വിദേശ രാജ്യങ്ങളെ ആശ്രയിക്കാതെ തന്നെ സ്വന്തം മണ്ണിൽ നിർമ്മിച്ച ആയുധങ്ങൾ ഉപയോഗിച്ച് അതിവേഗം പ്രതിരോധം തീർക്കാൻ
സാധിക്കും. ഇത് ഇന്ത്യയുടെ ആത്മവിശ്വാസം വല്ലാതെ വർദ്ധിപ്പിക്കുന്നുണ്ട്. ചിലവ് കുറയും, ലാഭം വർദ്ധിപ്പിക്കും. ഇന്ത്യയിലെ കുറഞ്ഞ ഉൽപാദന ചെലവ് റഫേലിനും വലിയൊരു നേട്ടമാണ്. ഇസ്രായേലിൽ നിർമ്മിക്കുന്നതിനേക്കാൾ കുറഞ്ഞ ചിലവിൽ ഇവിടെ നിർമ്മിക്കാൻ സാധിച്ചാൽ ലോക വിപണിയിൽ ഈ മിസൈലുകൾ കൂടുതൽ മത്സരക്ഷമതയോടെ വിൽക്കാൻ അവർക്ക് കഴിയും. ഇതിന്റെ ഗുണം ഇന്ത്യയിലെ നിർമ്മാണ തൊഴിലാളികൾക്കും പങ്കാളികൾക്കും ലഭിക്കും. അതുവഴി ഇന്ത്യൻ പ്രതിരോധ കമ്പനികൾക്ക് അന്താരാഷ്ട്ര നിലവാരത്തിലേക്ക് ഉയരാൻ വലിയൊരു അവസരമാണ് തുറന്നു കിട്ടുന്നത്. ഇന്ത്യ ഇസ്രായേൽ തന്ത്രപ്രധാനമായ സൗഹൃദം, ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം കഴിഞ്ഞ ദശകത്തിൽ വലിയൊരു വളർച്ചയാണ് കണ്ടത്. സാങ്കേതിക വിദ്യയിലും പ്രതിരോധത്തിലും പരസ്പരം കൈകോർക്കുന്ന ഈ രണ്ട് രാജ്യങ്ങളും ഇത്തരമൊരു സംയുക്ത ഉൽപാദനത്തിലൂടെ ആഗോള ഭൂപടത്തിൽ തങ്ങളുടെ സ്വാധീനം ഒന്നുകൂടി ഉറപ്പിക്കുകയാണ്. ഇന്ത്യയെ തങ്ങളുടെ വിശ്വസ്തനായ പങ്കാളിയായി ഇസ്രായേൽ കാണുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവ് കൂടിയാണിത്. ഇന്ത്യയുടെ മെയ്ക്ക് ഇൻ ഇന്ത്യ എന്നത് വെറുമൊരു മുദ്രാവാക്യമല്ല, മറിച്ച് രാജ്യത്തെ വ്യവസായ മേഖലയെ ലോകത്തിന്റെ നെറുകയിൽ എത്തിക്കാനുള്ള ശക്തമായ ഒരു നടപടിയാണ്. റഫാലിന്റെ ഈ നീക്കം ഇന്ത്യയുടെ ഈയൊരു ലക്ഷ്യത്തിലേക്ക് വെളിച്ചം വീശുന്ന ഒന്നാണ്. വരും വർഷങ്ങളിൽ ലോകത്തിന് ആവശ്യമായ അത്യാധുനിക പ്രതിരോധ ആയുധങ്ങൾ മേക്ക് ഇൻ ഇന്ത്യ എന്ന ലേബലിൽ പുറത്തിറങ്ങുന്നത് നമുക്ക് കാണാം. ഇസ്രായേലിന്റെ സാങ്കേതികതയും ഇന്ത്യയുടെ മനുഷ്യ വിഭവശേഷിയും ഒന്നിക്കുമ്പോൾ പ്രതിരോധ രംഗത്ത് വരാനിരിക്കുന്നത് ചരിത്രപരമായ മാറ്റങ്ങളായിരിക്കും. ഇസ്രായേലിന്റെ അയൺ ഡോം ഇന്ത്യയിൽ നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ഈ ഒരു തീരുമാനം പ്രതിരോധ രംഗത്ത് നാം കൈവരിക്കുന്ന ആത്മവിശ്വാസത്തിന്റെ ഒരു സാക്ഷ്യപത്രമാണ്. സാങ്കേതിക വിദ്യയിൽ ലോകോത്തര നിലവാരം പുലർത്തുന്ന ഇസ്രായേലും നിർമ്മാണ മികവിൽ അതിവേഗം വളരുന്ന ഇന്ത്യയും കൈകോർക്കുമ്പോൾ അത് കേവലം ഒരു ആയുധ ഇടപാടല്ല, മറിച്ച് പ്രതിരോധ മേഖലയിൽ ഇന്ത്യയുടെ പരമാധികാരം ഉറപ്പിക്കുന്ന നിർണായകമായ ഒരു ചുവടുവെപ്പ് തന്നെയാണ്. മേക്ക് ഇൻ ഇന്ത്യ എന്ന ദർശനത്തിന് ലഭിക്കുന്ന ഇത്തരം ആഗോള അംഗീകാരങ്ങൾ വികസിത ഭാരതമെന്ന ഇന്ത്യയുടെ സ്വപ്നത്തിന് കരുത്തു പകരുകയാണ്. വരും കാലങ്ങളിൽ അത്യാധുനിക പ്രതിരോധ സംവിധാനങ്ങളുടെ കേന്ദ്രമായി ഇന്ത്യ മാറുമെന്നത് ഉറപ്പാണ്. നമ്മുടെ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ കരുത്തുറ്റതാകുന്നതിനൊപ്പം ആഗോള പ്രതിരോധ വിപണിയിലെ വിശ്വസ്ത പങ്കാളിയായി ഇന്ത്യ ഉയർന്നു നിൽക്കുന്നത് രാജ്യത്തിന്റെ നയതന്ത്ര വിജയത്തെ കൂടി അടയാളപ്പെടുത്തുകയാണ്. ശത്രുക്കളുടെ ഏത് നീക്കത്തെയും മുൻകൂട്ടി കണ്ട് തകർക്കാൻ ശേഷിയുള്ള ഒരു സുരക്ഷിത ഭാരതമാണ് ഈ പദ്ധതിയിലൂടെ യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. ഇസ്രായേലിന്റെ തമീർ ഇന്റർസെപ്റ്ററുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുക എന്നത് ലളിതമായി പറഞ്ഞാൽ നമ്മുടെ വായുസേനയുടെയും കരസേനയുടെയും കവചം കൂടുതൽ കടുപ്പമേറിയതാക്കലാണ്. ഇതിന്റെ സാങ്കേതിക വശം പരിശോധിക്കുമ്പോൾ ചെറിയ ദൂരപരിധിയുള്ള റോക്കറ്റുകളെയും മിസൈലുകളെയും തകർക്കാൻ ശേഷിയുള്ള ഒരു അത്യാധുനിക സംവിധാനമാണിത്. അമേരിക്കൻ നിർമ്മിത റെദിയോൺ മിസൈലുകളുമായി സാമ്യമുള്ള ഇതിന്റെ പ്രകടനം ഇതിനകം തന്നെ ലോകം കണ്ടതാണ്. ഇന്ത്യയിൽ ഇത് നിർമ്മിക്കാൻ റാഫേൽ തയ്യാറാകുമ്പോൾ അവർ കേവലം ഉൽപാദന യൂണിറ്റ് മാത്രമല്ല ഇവിടെ സ്ഥാപിക്കുന്നത്, മറിച്ച് അത്യാധുനികമായ സോഫ്റ്റ്വെയർ കോഡുകളും സെൻസർ സാങ്കേതികവിദ്യയും കൈമാറാൻ അവർ നിർബന്ധിതരാകുകയാണ്. ഇത് നമ്മുടെ സ്വന്തം പ്രതിരോധ ഗവേഷണ വിഭാഗമായ DRDO പോലുള്ള സ്ഥാപനങ്ങൾക്ക് പുതിയ അറിവുകൾ നൽകാനും തദ്ദേശീയമായി കൂടുതൽ മികച്ച മിസൈലുകൾ വികസിപ്പിക്കാനും വഴിയൊരുക്കും. ഈ പദ്ധതി വെറുമൊരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് ഇന്ത്യയുടെ വിദേശ നയത്തിലെ ഒരു വലിയ മാറ്റത്തിന്റെ ഭാഗമാണ്. പശ്ചിമേഷ്യൻ രാജ്യങ്ങളിലെ സംഘർഷങ്ങൾക്കിടയിൽ ഇന്ത്യയെപ്പോലെ മധ്യസ്ഥത വഹിക്കാൻ ശേഷിയുള്ള, എന്നാൽ ആഗോളതലത്തിൽ പ്രതിരോധ ഉൽപാദന കേന്ദ്രമാകാൻ താല്പര്യമുള്ള ഒരു രാജ്യത്തിന്റെ സാന്നിധ്യം ഇസ്രായേലിനെ സംബന്ധിച്ച് വലിയൊരു ആശ്വാസമാണ്. ആഗോളതലത്തിൽ ഇസ്രായേലിന്റെ പ്രതിരോധ കയറ്റുമതികൾക്ക് എതിർപ്പുകൾ ഉയരുമ്പോൾ ഇന്ത്യയുടെ ബ്രാൻഡ് ലേബലിൽ ഇവ പുറത്തിറക്കുന്നത് അവർക്കൊരു സുരക്ഷിത പാത ഒരുക്കുകയാണ്. ഇതുവഴി അന്താരാഷ്ട്ര സമ്മർദ്ദങ്ങൾക്കിടയിലും തങ്ങളുടെ ആയുധങ്ങൾ വിപണിയിൽ എത്തിക്കാൻ അവർക്ക് സാധിക്കും. ഇത് ഇന്ത്യക്കൊരു പ്രതിരോധ കമ്പോളത്തിലെ നായകനാകാനുള്ള വലിയൊരു അവസരമാണ്. എന്തായാലും ഈ ഒരു നേട്ടത്തെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.